മത്സര പരീക്ഷകളിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ധാതുക്കളും അയിരുകളും. എന്താണ് ധാതു, എന്താണ് അയിര്? മിനറൽ ആൻഡ് ഓർ. ധാതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹത്തിൻ്റെ അംശമടങ്ങിയ വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ധാതുക്കൾ. അപ്പോൾ ഒരു ധാതുവിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ലോഹത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും. ഇനി എന്താണ് അയിര്? അയിര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിൽ വേഗത്തിൽ ലോഹം വേർതിരിക്കാൻ സാധിക്കുന്നത് ആ ധാതുവിനെ വിളിക്കുന്ന പേരാണ് അയിര്. അപ്പോൾ ധാതുവിനൊറ്റ കണ്ടീഷൻ ലോഹാംശം വേണം എന്ന് മാത്രം. എന്നാൽ അയിരിൻ്റെ കണ്ടീഷൻ ഏത് ധാതു എളുപ്പം വേഗം ചെലവ് കുറഞ്ഞ രീതിയിൽ ലോഹത്തെ തരും, അങ്ങനെ തരുന്ന ധാതുവിനെ വിളിക്കുന്ന പേരാണ് അയിര്. അങ്ങനെയാണെങ്കിൽ മത്സര പരീക്ഷകളിൽ ഈ അടുത്തതൊക്കെ ആവർത്തിച്ച ചോദ്യം, എല്ലാ ധാതുക്കളും അയിരുകളാണോ? അല്ല, എല്ലാ ധാതുക്കളും അയിരുകളല്ല. എല്ലാ ധാതുക്കൾക്കും എളുപ്പവും വേഗവും ചിലവ് കുറഞ്ഞ് ലോഹത്തെ തരാൻ പറ്റില്ല. എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കൾ ആണ്. അപ്പോൾ എല്ലാ ധാതുക്കളും അയിരുകളല്ല, എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട അയിരുകൾ ഏതൊക്കെയാണ്? എപ്പോഴും പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അലൂമിനിയത്തിൻ്റെ അയിര്. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഇരുമ്പിൻ്റെ അയിര് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ് ഇങ്ങനെയൊക്കെ പറയാം. സിങ്കിൻ്റെ അയിര് കലാമിൻ, സിങ്ക് ബ്ലെൻഡ്, സിങ്കൈറ്റ്. ഓക്കെ, കോപ്പറിൻ്റെ അയിര് മാലക്കൈറ്റ്. ക്ലിയർ?